പ്രിയമുള്ളവരെ, വചനജ്വാല 1346 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 8 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ 105 സങ്കീർത്തനം 16 മുതൽ 30 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്ത് കളയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു, അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവന്റെ കഴുത്തിൽ ഇരുമ്പു ചട്ട മുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു. രാജാവ് അവനെ ആളയച്ച് വിടുവിച്ചു. ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി. തന്റെ ഭവനത്തിന്റെ നാഥനും തന്റെ സമ്പത്തിന്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു. തന്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തന്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം നൽകാനും അവനെ നിയോഗിച്ചു. അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു. യാക്കോബ് ഹാമിന്റെ ദേശത്ത് ചെന്ന് പാർത്തു. ദൈവം തന്റെ ജനത്തെ സന്താന പുഷ്ടിയുള്ളവരാക്കി, തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി. തന്റെ ജനത്തെ വെറുക്കാനും തന്റെ ദാസരോട് കൗശലം കാണിക്കാനും അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു. അവിടുന്ന് തന്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹറോനെയും അയച്ചു. അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അവിടുന്ന് അന്ധകാരം അയച്ച് നാടിനെ ഇരുട്ടിലാക്കി. അവർ അവിടുത്തെ വചനത്തെ എതിർത്തു. അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി. അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി. അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു. അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ പീറ്റർ ടെറന്റയാസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സാവോയിൽ ടെറന്റയാസ് എന്ന അഥവാ മോൺസിയേഴ്സ് രൂപതയുടെ മെത്രാനായിരുന്ന പീറ്റർ 1102 ഡോഫിനെയിൽ ഭൂജാതനായി. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം സിസ്റ്റേഴ്സൺ സഭയിൽ ചേർന്നു. ആ സഭാംഗങ്ങൾ പതിവായി അഭ്യസിച്ചിരുന്ന തീവ്രമായ തപോനിഷ്ഠകളെല്ലാം ഈ യുവാവ് അനുഷ്ഠിച്ചു പോന്നു. രാത്രി 4 മണിക്കൂറാണ് ഉറങ്ങിയിരുന്നത്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് പ്രഭാതം വരെ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അതായിരുന്നു ആ സഭയുടെ ആദ്യകാലത്തെ തപസ്യാരീതി. മകന്റെ ഭക്തി കണ്ട് മാതാപിതാക്കന്മാരും ആ സഭയിൽ ചേർന്നു. ആൽബിയൻ പ്രഭു സഹോദരപുത്രനെ ഒരു ദിവസം കാണാൻ വന്നപ്പോൾ പീറ്റർ സഹോദര സന്യാസികളുടെ ചെരുപ്പ് പോളിഷ് ചെയ്യുകയായിരുന്നു. ധ്യാനനിരതനായി ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് ഇളയച്ചൻ വന്നത് അറിഞ്ഞതേയില്ല. 1142 വിശുദ്ധ ബെർണാർഡിന്റെ നിർദ്ദേശപ്രകാരം ടെറന്റായിലെ മെത്രാനായി പീറ്ററിനെ തിരഞ്ഞെടുത്തു. മെത്രാനായ ഉടനെ തീഷ്ണതയോടെ രൂപതാതിർത്തിയിൽ ഉണ്ടായിരുന്ന അഴിമതികളെല്ലാം അവസാനിപ്പിച്ചു. ബിഷപ്പ് തന്റെ ഉപവാസവും പ്രാർത്ഥനകളും തന്റെ അജഗണത്തിനായി കാഴ്ചവെച്ചു. തവിട് റൊട്ടിയും സസ്യങ്ങളും പയറും മാത്രമായിരുന്നു ഭക്ഷണം. വസ്ത്രം സാധാരണ സന്യാസികളുടെ തന്നെ. പല അത്ഭുതങ്ങളും അദ്ദേഹത്തിന്റെ കരങ്ങൾ വഴി നടന്നു. ബഹുമാനാദരങ്ങൾ വർദ്ധിച്ചു. 1155 ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹം ജർമ്മനിയിലുള്ള ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി ഒരു സാധാരണ സന്യാസിയെ പോലെ ജീവിക്കാൻ തുടങ്ങി. ടെറന്റായി രൂപതക്കാർ അത് മനസ്സിലാക്കി
അദ്ദേഹത്തെ തിരികെ വിളിച്ചു കൊണ്ടുവന്നു. മെത്രാനച്ചന്റെ എളിമ ആശ്രമവാസികളെ അത്ഭുതപ്പെടുത്തി. അലക്സാണ്ടർ തൃതീയൻ മാർപ്പാപ്പയ്ക്കെതിരായി വിക്ടർ നാലാമൻ എന്ന എതിർപ്പാപ്പായെ സൃഷ്ടിച്ച ജർമ്മനിയിലെ ഫെഡറിക് പ്രഥമൻ ബർബാസോ ചക്രവർത്തിയെ ബിഷപ്പ് പീറ്റർ എതിർത്തു. 1169 ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും രാജാക്കന്മാർ തമ്മിലുണ്ടായ ശണ്ട തീർക്കാൻ മാർപ്പാപ്പ ബിഷപ്പ് പീറ്ററിനെയാണ് നിയോഗിച്ചത്. വൃദ്ധനും ക്ഷീണിതനുമായിരുന്നുവെങ്കിലും ആ യാത്ര ഏറ്റെടുത്ത് അദ്ദേഹം അതിൽ വിജയം വരിച്ചു. അത്ഭുതങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ വസ്ത്രവും അരക്കെട്ടും കൈക്കലാക്കിയിരുന്നു. അവ ഉപയോഗിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്ന ആഗ്രഹത്തോടെയായിരുന്നു അത്. ക്ഷീണിതനായിരുന്ന ബിഷപ്പ് 73-ാം വയസ്സിൽ ഈ ലോകത്തു നിന്നും യാത്രയായി. പ്രിയരെ, വിശുദ്ധരുടെ മാതൃക കണ്ടു പഠിക്കാനും അടുത്ത തലമുറയ്ക്ക് അത് കൈമാറിക്കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. പ്രിയരെ, ഇന്ന് നമ്മൾ മെത്രാനായ വിശുദ്ധ പീറ്റർ ടെറൻഡയാസിന്റെ ഒരുപാട് എളിമ പ്രവൃത്തിയിലൂടെ ബിഷപ്പായിട്ടും അത് തുടർന്നു വന്ന വിശുദ്ധ പീറ്റർ ടെറൻഡയാസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.